ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മീനോളജിയിലാണ് കേട്ടോ. മീനോളജി സീ ഫുഡ് റെസ്റ്റോറൻറ്റ് മുട്ടത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഷോപ്പിൻ്റെ ആംബിയൻസ്. നമ്മൾ കയറി വരുന്ന എൻട്രൻസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇരുന്നത്. ഞങ്ങൾ ആലുവ കളമശ്ശേരി റൂട്ട് കാക്കനാട്ടേക്ക് വരുമ്പോൾ എപ്പോഴും ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിലൂടെയാണ് വരുന്നത്. പക്ഷേ ഇതുവരെ കയറി നോക്കിയിട്ടില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും കയറി ചെറിയ 2 ഐറ്റം എന്തെങ്കിലും കഴിച്ച് നോക്കിയിട്ട് ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ സ്പെഷ്യൽ ബൂഫേ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അന്ന് കഴിച്ചില്ല, പിന്നീട് എപ്പോഴെങ്കിലും വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് എങ്ങനെയുണ്ടെന്ന് അറിയാതെ നമ്മൾ ആദ്യം തന്നെ ബൂഫേ ഓർഡർ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെയാണ് കേട്ടോ ഷോപ്പിൻ്റെ എൻട്രൻസ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഓർഡർ ചെയ്ത ഐറ്റം വന്നു. സ്പൈസി സീ ഫുഡ് സൂപ്പാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സീ ഫുഡ് സൂപ്പ് കഴിക്കുന്നത്. സീ ഫുഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പ് നല്ല ക്രീമി ആയിരുന്നു കേട്ടോ, അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിരുന്നു. ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ലായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്പൈസി സൂപ്പ് ആയതുകൊണ്ട് എനിക്ക് എരിവിൻ്റെ കുറച്ചൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സൂപ്പ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അടുത്ത ഐറ്റം വന്നു. ക്രാബ് മീറ്റ് ക്രൊക്കറ്റ് ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സോസ് ടാർട്ടാർ സോസ് ആയിരുന്നു കേട്ടോ. സംഭവം നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടാണ് കഴിച്ചു നോക്കിയത്. അപ്പോൾ ആദ്യം തന്നെ സോസ് എടുത്ത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിട്ടോ. അതിനുശേഷം ക്രൊക്കറ്റ് ഒരെണ്ണം എടുത്ത് സോസിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചു നോക്കി. നല്ല ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കഴിച്ചിട്ട് അത് അങ്ങനെ തന്നെ പ്ലേറ്റിലേക്ക് വെച്ചുട്ടോ. ചൂട് ഒന്ന് ആറിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. ക്രാബ് ഇഷ്ടമായതുകൊണ്ട് തന്നെ സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ ചെന്ന ക്രാബിൻ്റെ എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്ത് കഴിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ക്രാബിൻ്റെ ഈ ഒരു ഐറ്റം ഓർഡർ ചെയ്തത്. ക്രാബ് മീറ്റ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്സും നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. കഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ഫ്രഷ് മീറ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചൂടായതുകൊണ്ട് പതിയാണ് കേട്ടോ കഴിച്ചത്. കഴിച്ച 2 ഐറ്റം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ മീനോളജി ഷോപ്പ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.